ഫെഡറേഷൻ ഓഫ് റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ മുൻ അധ്യക്ഷനും കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാനുമായ CJ റോയ് അവസാനമായി വലിച്ച ആ വെടിയുണ്ടയ്ക്ക് പിന്നിൽ സിനിമയെ പോലും വെല്ലുന്ന കഥാതന്തുക്കളാണ് ഒളിഞ്ഞിരിക്കുന്നത്. ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡ് നടക്കുമ്പോൾ ഉദ്യോഗസ്ഥരും അദ്ദേഹത്തിന്റെ വിശ്വസ്തരായ ജീവനക്കാരും തൊട്ടടുത്ത മുറിയിൽ ഉണ്ടായിരുന്നിട്ടും ഒരു ചെറിയ ശബ്ദം പോലും പുറത്തു വരാതെ ഒരു ബിസിനസ് ഇതിഹാസം എങ്ങനെ മരണത്തിന് കീഴടങ്ങി എന്ന ചോദ്യം അന്വേഷണ ഉദ്യോഗസ്ഥരെ പോലും കുഴപ്പിച്ചിരിക്കുകയാണ്. റോയിയുടെ മരണത്തിൽ ഏറ്റവും വലിയ ദുരൂഹതയായി ആദ്യം ഉയർന്നത് അദ്ദേഹം ഉപയോഗിച്ച ആയുധമായിരുന്നു. IT റെയ്ഡ് നടക്കുന്നതിനിടെ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിൽ അല്പനേരം വിശ്രമിക്കാനോ മറ്റു മുറിയിലേക്ക് മാറിയ റോയി തനിക്ക് നേരെ വെടിയുയർത്തത് ആരും അറിഞ്ഞില്ല. വെടിയേറ്റിട്ടും ഏകദേശം 12 മിനിറ്റോളം പുറത്തുള്ളവർ വിവരമറിയാതിരുന്നത് എന്തുകൊണ്ടാണെന്ന രഹസ്യം തേടി പോലീസിന് മുന്നിലെത്തിയത് ബെൽജിയത്തിൽ നിർമ്മിച്ച അതീവ മാരകവും അത്യാധുനികമായ 6.35 mm ഓട്ടോമാറ്റിക് പോക്കറ്റ് പിസ്റ്റൾ ആണ്. ലോകത്തിലെ തന്നെ മികച്ച സൗണ്ട് ഡാംപനിങ് സാങ്കേതിക വിദ്യ ഉൾക്കൊള്ളുന്ന ആയുധമാണിത്. സാധാരണ തോക്കുകളിൽ നിന്ന് വെടിയുതിർക്കുമ്പോൾ ഉണ്ടാകുന്ന വലിയ ശബ്ദമോ പ്രകമ്പനമോ ഇല്ലാതെ വെടിയുണ്ട കുതിച്ചു പായുമ്പോൾ ഉണ്ടാകുന്ന വാതകമർദ്ദങ്ങളെ തോക്കിനുള്ളിൽ തന്നെ ക്രമീകരിക്കാൻ ഈ പിസ്റ്റളിന് കഴിയും. ഒരു വലിയ സ്ഫോടന ശബ്ദത്തിന് പകരം വെറും ഒരു ക്ലിക്ക് ശബ്ദം മാത്രം പുറപ്പെടുവിക്കുന്ന ഈ കുഞ്ഞൻ തോക്ക് ഉപയോഗിച്ചത് എന്തുകൊണ്ടാണെന്ന് തൊട്ടടുത്ത മുറിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്കും മറ്റും ഈ വിവരം അറിയാൻ കഴിയാതെ പോയത്. ഇന്ത്യയിൽ സാധാരണക്കാർക്കോ ബിസിനസ്സുകാർക്കോ അത്ര എളുപ്പത്തിൽ കൈവശം വെക്കാൻ സാധിക്കാത്ത ഇത്തരമൊരു ആയുധം റോയിയുടെ പക്കൽ എങ്ങനെ എത്തിയെന്നതും അന്വേഷണ പരിധിയിൽ വരുന്ന പ്രധാന കാര്യമാണ്.